ഒരു സുഹൃത്ത് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വോഡഫോൺ ഐഡിയയിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അതാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റോക്ക് വാങ്ങാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ആ സ്റ്റോക്കിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഉണ്ടാക്കി തരും. നിങ്ങൾ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തി പോയാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ നിങ്ങളുടെ കമൻറ്റിൽ ഞാൻ ഡണ്ണെന്ന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഈ സുഹൃത്ത് ചോദിച്ച വോഡഫോൺ ഐഡിയയിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. ആദ്യം ഞാൻ പോകുന്നത് ട്രേഡിംഗ് വ്യൂയിലേക്കാണ്. കാരണം ഇപ്പോൾ അത് വാങ്ങേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് അറിയണമല്ലോ. ഏത് സ്റ്റോക്കാണെങ്കിലും ആദ്യം നമ്മൾ ട്രേഡിംഗ് വ്യൂയിലേക്ക് പോകും. ഈ ചാർട്ട് ഓപ്പൺ ആക്കാൻ പോകണേ. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഒരു ലൈന് വരച്ചിട്ടുണ്ടായിരുന്നു മുമ്പ്. ഒന്നുകൂടി വരച്ച് നോക്കാം. കാരണം ഇത് മുമ്പ് വരച്ച ലൈനല്ലേ, അത് ഓരോ മാസം കഴിയുമ്പോഴും അത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നതല്ലേ. വീക്ക്ലി ചാർട്ട് അല്ലെങ്കിൽ മന്ത്ലി ചാർട്ടാണ് ഞാൻ മിനിമം യൂസ് ചെയ്യുന്നത്. ആദ്യം മന്ത്ലി നോക്കും, പിന്നെ വീക്ക്ലി ഒന്ന് നോക്കും കൺഫർമേഷന് വേണ്ടി. ഡേ ചാർട്ടിലേക്ക് ഞാൻ പോകാറില്ല, കാരണം ഞാൻ സ്വിങ് അല്ലേ, ലോങ് ടൈമിലേക്കല്ലേ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ എനിക്കൊരു പാറ്റേൺ കാണാൻ പറ്റുന്നുണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് എനിക്കൊരു ലൈന് വരയ്ക്കാൻ പറ്റുന്നുണ്ട്. ഇത് മുമ്പത്തെ പ്രൈസാണ്, ഇതിനു മുമ്പ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഒരു രീതിയിലല്ല ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ സ്റ്റോക്കിൻ്റെ പ്രൈസെല്ലാം വളരെ താഴ്ന്നു പോയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാം. എന്നാൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഏറ്റവും ബോട്ടം, മുമ്പുണ്ടായിരുന്നതിൻ്റെ ഏറ്റവും ബോട്ടം ലെവലും കടന്ന് താഴത്തേക്ക് ഇത് പോയിട്ടുണ്ട്. ഇവിടെ ഇതിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. ഈ ലൈന് വരുന്നത് ഏറ്റവും അടിത്തട്ടിലാണ് എന്ന് പറയാം. 3 രൂപ, 2 രൂപ, അതായത് ഒരു പെന്നി സ്റ്റോക്കായി. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ആൾ ചോദിച്ചത്. ഇതിൽ ഞാൻ ഇപ്പോൾ നോക്കുമ്പോൾ തന്നെ ഇത് പെന്നി സ്റ്റോക്കായി. 7 രൂപയേ ഉള്ളൂ ഇതിൻ്റെ വില. ഇത് വാങ്ങണ്ട എന്നാണ് ഞാൻ പറയാം. കാരണം ഈ സ്റ്റോക്ക് ഒരുപാട് കാലമായി ഇവിടെ മാത്രം പ്രൈസ് മാറിക്കൊണ്ടിരിക്കുന്നു. 2017 ഇറങ്ങി തുടങ്ങിയ സാധനം 2020 ആയപ്പോൾ ഇവിടുന്ന് ഇതുവരെ മുകളിലോട്ട് പോകാൻ ഇതിന് പറ്റിയിട്ടില്ല. ഇനി ഇവിടുന്ന് ഇത് മേലേക്ക് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ വേറൊരു സൈറ്റ് ഓപ്പൺ ചെയ്യേണ്ടി വരും. ടിക്കർ ഫിനോളജി എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഫിനോളജി ടിക്കർ ഈ വെബ്സൈറ്റിലേക്ക് വരും. ഐഡിയ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ നോക്കുമ്പോൾ മാർക്കറ്റ് ക്യാപ്പ് 75,000 കോടി. ഈ കടം കണ്ടോ? മാർക്കറ്റ് ക്യാപ്പ് 75,000 കോടി. പക്ഷേ 2,07,885 കോടി കടമുണ്ട് ഈ കമ്പനിക്ക്. അതായത് കമ്പനി വിറ്റാൽ പോലും ഈ കടം വീട്ടാൻ അവർക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ ഈ കമ്പനി ഞാൻ ഉപേക്ഷിച്ചു. കാരണം ഇങ്ങനെ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എത്രയോ നല്ല കമ്പനികൾ ഇനിയും ഉണ്ട്. പ്രൊമോട്ടേഴ്സ് 2024 38% ഉണ്ടായിരുന്നു. 37, ഇപ്പോൾ 25 പ്രൊമോട്ടേഴ്സ് അത് ഒഴിവായിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നെ FIs പബ്ലിക്കിൻ്റെ കയ്യിൽ 15% ഉണ്ട്. അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ലിമിറ്റേഷൻസ്, സ്ട്രെങ്ത്ത് എല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെ നെറ്റ് പ്രോഫിറ്റ് ഇവിടെ എല്ലാം മൈനസാണ്, പ്രോഫിറ്റേ ഇല്ല. സ്ക്രീനറിൽ എന്താ കാണിക്കുന്നത് നോക്കാം. സ്ക്രീനറിൽ VI വരുന്നില്ല, വോഡഫോൺ. ഇതിൽ പോകുമ്പോൾ കാണിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് 1961, 68, 3000, 2000, -400, 44, 20, 29, 31, 27. ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഇതിൽ. കാരണം ഇത് അത്രയും പരിതാപകരമാണ് ഈ കമ്പനിയുടെ അവസ്ഥ. പിന്നെ എന്തിനാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? നിങ്ങൾക്ക് എങ്ങനെ വാങ്ങിയേ പറ്റൂ എന്നാണെങ്കിൽ നിങ്ങളിത് വാങ്ങുന്നത് നിങ്ങളുടെ സ്വന്തം റിസ്കിലായിരിക്കണം. അത് മനസ്സിൽ വെച്ച് മാത്രം വാങ്ങിക്കുക.